ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി പോട്ടെ, പിന്നെ അടുത്തതിന്റെ അടുത്ത കൊല്ലം വാങ്ങിച്ചു തരാം. ഓ ശരി. ഓഹോ, എവിടെയാടി ഇതിന്റെ അമ്മ? രാധമേ, മീനുങ്ങള് വലിയ സന്തോഷത്തില്. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? അമ്മയെ ഈ അമ്പലത്തില് കണ്ടപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നമ്മുടെ അച്ഛനാ. എന്റെ കല്യാണം കഴിഞ്ഞ് അമ്മയുടെ മാറ്റം കണ്ട് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതും അച്ഛൻ തന്നെയാ. അത് ശരിയാ മോനെ, അതെനിക്കറിയാം. വേണുവേട്ടിന് ഉറക്കമേ ഇല്ലായിരുന്നു. അച്ഛാ, ഇവൻ ജനിച്ച പിന്നെ 10-26 പിറന്നാളാഘോഷങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല പിറന്നാളാഘോഷം ഇതാ. എന്റെ രാധമ്മയുടെ പരിഭവമൊക്കെ പെട്ടെന്ന് മാറിയത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. വല്ലാത്ത അത്ഭുതം തന്നെയാ. ഹൃദയം കൊണ്ട് ഒന്നായി മാറിയ ഭാര്യ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ പിണങ്ങുമ്പോ മറ്റേയാൾക്കുണ്ടാകുന്ന മാനസിക വേദന ചെറുതല്ല. അത് അനുഭവിച്ചവർക്കേ അറിയൂ. കുറെ കൂടി കഴിയുമ്പോ മോൾക്കത് ശരിക്കും മനസ്സിലാവും. എനിക്കത് ഇപ്പോഴും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെങ്കിലേ. എന്റെ സഹധർമ്മിണിയുടെ ബാധ ഒഴിഞ്ഞുപോയ സുന്ദര മുഖമൊന്ന് കാണാൻ ഞാൻ എത്ര ദിവസമായി ആഗ്രഹിക്കുന്നു അറിയാമോ? ഈ ചിങ്ങമാസത്തിന് ഇത്രയും ഭംഗി തോന്നുന്നത് കർക്കിടകത്തിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്നത് കൊണ്ടാ. നമ്മൾ അനുഭവിച്ച വേദനകൾ ഓർക്കുമ്പോ ഈ സന്തോഷത്തിന് ഇരട്ടി മധുര. എന്നാ നമുക്ക് പോവാ. രാധമ്മയുടെ ഈ മാറ്റം കാണുമ്പോ കൊച്ചമ്മണിയുടെ മനസ്സില് ഒരു ലഡു പൊട്ടും. ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഓർത്തത്. എന്താ അമ്മേ? എല്ലാവരെയും ശരിക്കൊന്ന് പറ്റിക്കാനുള്ള അവസരം കൂടിയാ. രാധമ്മ എന്താന്ന് പറയേ? ഇത്രയും ദിവസം ഞാനും ഋതുമോളും തമ്മിൽ ശത്രുക്കളായിരുന്നിട്ട് ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം വന്ന എല്ലാവരും സംശയിക്കും. അതുകൊണ്ട് കുറച്ചു ദിവസം കൂടി ജയനെയും ജയന്റെ അമ്മയും ഒന്നും ഈ കാര്യമൊന്നും അറിയിക്കണ്ട. അങ്ങനെയാണെങ്കിൽ പ്രിയ അറിയണ്ട. തൽക്കാലം വഴക്കായിട്ട് തന്നെ നിക്കട്ടെ. അത് കുഴപ്പമില്ല. എന്ന് വെച്ച് തമാശയായി പോലും എന്റെ മോളെ ഞാൻ വഴക്ക് പറയില്ല കേട്ടോ. പറഞ്ഞതിനൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ഒരുക്കിക്കൊണ്ടിരിക്കുക. രാധമ്മയും ഋതുമോളും വഴക്ക് തുടർന്ന കൊച്ചമ്മണിയുടെ തനി സ്വഭാവം കാണാൻ പറ്റും. ഓർത്ത് ചിരിക്കാനും പറ്റും. അതെ, റോഡിലേക്ക് ഇറങ്ങിയാലേ ഓട്ടോറിക്ഷ കിട്ടൂ. നിങ്ങൾ വാ. വാ മോളെ. വണ്ടർഫുൾ കൺട്രി. ഞാൻ നിന്നോട് ചോദിച്ചത് വടക്കേ ഇന്ത്യയിലെ കുളുമണാലി എവിടെയെന്നാ. തെറി പറയുന്നോടാ ഡോഗെ. ഇതിന്റെ 4 ഇരട്ടി പടക്കം പൊട്ടുന്നത് മാതിരി എനിക്ക് അങ്ങോട്ട് പറയാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടൊന്നും അല്ല. പക്ഷേ ഞാൻ പഴഞ്ചൂലമ്മിണിയല്ല, കൊച്ചമ്മണി മുതലാളിയാ. കൾച്ചറുള്ള കൊച്ചമ്മണി. ഹലോ ഹലോ, പെട്ടെന്ന് വച്ചല്ലോ. കൊച്ചമ്മണി മുതലാളിയോട് ഈ ദരിദ്രവാസിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ ദരിദ്രവാസി. എന്റെ പള്ളക്ക് അടിച്ചിട്ട് ഈ കാശ് മുഴുവൻ വിഴുങ്ങി നിങ്ങൾ കോടീശ്വരിയായില്ലേ? കാശ് മുഴുവൻ ഞാൻ വിഴുങ്ങിയിട്ടില്ല, ക്രമേണയായിട്ട് വിഴുങ്ങും. 30 വെള്ളി കാശ് പോലും മേടിക്കാതെ എനിക്ക് നിങ്ങളെ ഒറ്റാൻ അറിയാം. ഒറ്റുന്ന നീ ആയിരിക്കും ആദ്യം സെൻട്രൽ ജയിലിലേക്ക് പോകുന്നത്. ഞാൻ പുറകെ വരത്തുള്ളൂ. 1 രൂപ പോലും എനിക്ക് തരാതെയുള്ള നിങ്ങളെ ഈ അർമാദമുണ്ടല്ലോ, ദൈവം പൊറുക്കൂല. 1 രൂപ കാശ് പോലും നിനക്ക് ഞാൻ തരാത്തതേ നീ പുട്ടടിച്ചും വെള്ളം അടിച്ചും നശിപ്പിക്കും. അതുകൊണ്ടാ. നിങ്ങൾ ഈ കാശ് കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ആദ്യം ഒരു കറക്കം, വിമാനമാർഗം. പിന്നെ തിരികെ വന്നിട്ട് ഒരു ബംഗ്ലാവ് വാങ്ങിക്കണം. കുറഞ്ഞതും ഒരു 20 അടിച്ചു തള്ളിക്കാരെങ്കിലും ജോലിക്ക് വെക്കണം. പ്രതികാരമാണല്ലേ?
അടിച്ചു തൂപ്പുകാരി എന്ന പേരില് ഞാൻ കുറെ ചീത്ത കേട്ടിട്ടുണ്ട്. ഹോ, അതൊക്കെ 4 ഇരട്ടിയായിട്ട് എനിക്ക് തിരിച്ചു കൊടുക്കണം. പിന്നെ പല സൈസിലുള്ള കടിക്കുന്ന കുറെ പട്ടികളെ എനിക്ക് വാങ്ങിക്കണം. ആന്തരി നിന്നെയും പിച്ചക്കാരെയും ഓടിക്കാൻ. നിങ്ങളെ അല്ല, നിങ്ങൾ എവിടേക്കാ ഈ ടൂറിന് പോകുന്നത്? ഇന്ത്യയിൽ എല്ലായിടത്തും പോകും. തളെ ദേ ഇപ്പൊ തന്നെ പ്രിയക്ക് സംശയം തോന്നിരിക്കുക. നിങ്ങളുടെ കയ്യിൽ അമിതമായിട്ട് പണം കുമിഞ്ഞു കൂടുന്നെന്ന്. നിങ്ങൾക്ക് ഏതൊക്കെയോ അണ്ടർവേൾഡ് ബന്ധമുണ്ടെന്ന്. ദേ നിങ്ങൾ ഏതോ മുതലയാരെ തട്ടിയിട്ട ഇവിടെ വന്ന് ഈ കാശുമായിട്ട് കറങ്ങുന്നതെന്ന്. അവളോട് പോയി പണി നോക്കാൻ പറയടാ. അല്ല, ഞാൻ താജ്മഹലിൽ നിൽക്കുന്ന ഫോട്ടോ മൊബൈലിൽ വരുമ്പോ അവൾ അറിയുമല്ലോ. ഓ അമ്മേ, നിങ്ങൾക്ക് ഇതിന് മാത്രം കാശ് എവിടെ നിന്നാണെന്ന് ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? എടാ, എന്റെ പെൻഷൻ കാശാണെന്ന് പറഞ്ഞാ മതി. അത് ശരി, നിങ്ങൾക്ക് പെൻഷനാ? ആ 1500 കുടുംബയല്ലേ നിങ്ങളെ പെൻഷൻ? ആ കാശ് കൊണ്ട് എവിടെ ടൂറ് പോവാനാ? എടാ, വിശ്വസിക്കുന്നവര് വിശ്വസിച്ചാ മതിയടാ. ദേ പാതാളത്തിലേക്കാ കേട്ടോ നിങ്ങളുടെ യാത്ര. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. വാ. എന്താ എന്നെ കണ്ടപ്പോ നിങ്ങൾ രണ്ടുപേരും സംസാരം നിർത്തിയത്? ഒന്നുമില്ലടി, നിനക്ക് വെറുതെ തോന്നിയതാ. അല്ല, എന്തോ യാത്ര പോകുന്ന കാര്യം പറയുന്നത് കേട്ടല്ലോ. ഓ അതോ, അത് ഞാൻ പളനി പോണത് മുരുകനെ കാണാം. ആ ഈ പളനി പോയി തല മുട്ടടിക്കണമെന്നേ ഇവർക്കൊരാശ. എന്താണേ നീ കുടഞ്ഞു കുടഞ്ഞു എന്ന് ചിരിക്കുന്നത്? അല്ല, തല മൊട്ടയടിച്ച് കഴിഞ്ഞുള്ള ഇവരുടെ രൂപം ഓർത്ത് ഞാനൊന്ന് ചിരിച്ചതാ. പക്ഷേ നിങ്ങൾ പളനിയിൽ പോകുന്ന കാര്യമൊന്നും അല്ല ഇവിടെ പറഞ്ഞത്. അമ്മയും മകനും തമ്മില് എന്തോ തക്കൂട്ടം കളിയുണ്ട്. തക്കൂട്ടം കളിയാ? ആ, തരികിട. എന്താ ഇവിടെ ഒരു തർക്കം? ഏയ് ഒരു തർക്കമില്ലല്ലോ. അടിപിടിയോ കയ്യാങ്കളിയോ ഒന്നുമില്ലല്ലോ? സമാധാനമല്ലേ? നല്ല സമാധാനം വെച്ചാ. സന്തോഷമായി ജയന്റെ അമ്മേ, സന്തോഷമായി. എന്താ മോളെ, അരനാഴി പായസ. രാജു, ഒരു മിനിറ്റ്. രാജു, ചേച്ചിയുടെ പിറന്നാൾ സമ്മാനം. താങ്ക് യു ചേച്ചി. ഒരു ഷർട്ടാ. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയണം, മാറ്റി വാങ്ങിക്ക. ഷോ, ഇഷ്ടപ്പെടാതിരിക്കോ? എന്റെ ചേച്ചി വാങ്ങി തന്നല്ലേ. ഞാൻ പിറന്നാൾ സമ്മാനം വാങ്ങിക്കാൻ മറന്നുപോയി. ഇനി പോട്ടെ, പിന്നെ അടുത്തതിന്റെ അടുത്ത കൊല്ലം വാങ്ങിച്ചു തരാം. ഓ ശരി. ഓഹോ, എവിടെയാടി ഇതിന്റെ അമ്മ? ഇപ്പൊ എന്റെ 1ാം നമ്പർ ശത്രു